സാമാനം എല്ലാവർക്കുമുണ്ട്, എല്ലാവർക്കും ഇഷ്ടം പോലെ കുട്ടി ഉണ്ടാക്കാം. മുസ്ലിങ്ങളെ തെറി പറയാൻ മാത്രം ഡിബേറ്റ് ചെയ്യുന്ന ഒരു ചാനലാണ് ജനൻ ടി വി എന്ന മലൻ ടി വി. ആ മലൻ ടി വിയിൽ സാധുവായ ഏതെങ്കിലും മുസ്ലിങ്ങളെ ഡിബേറ്റിന് ക്ഷണിച്ചിരുത്തിക്കൊണ്ട് ആ മനുഷ്യനെ 4-5 പേർ ചേർന്ന് അയാൾ സംസാരിക്കുവാൻ വിടാത്ത വിധം ഇവർ വായ കൊണ്ട് ഫൈറ്റ് ചെയ്യും. അങ്ങനെ അയാളെ ലഭ്യനാക്കിക്കൊണ്ട് ഡിബേറ്റ് നടത്തുന്ന ഒരു പ്രധാന ചാനലാണ് ജനം എന്ന മലൻ ടി വി. ആ മലൻ ടി വിയുടെ മടയിൽ പോയി ഉത്തരം കൊടുത്ത ഒരു പുലിക്കുട്ടിയെ നമുക്ക് കാണാം. വീഡിയോ ഒന്ന് കാണും. ഹിന്ദു ജനസംഖ്യ വളരെ കുറയുന്നതിൽ ഹിന്ദുക്കളുടെ സ്വയം പ്രഖ്യാപിത രാജാക്കന്മാരായി ഏറ്റെടുത്തിട്ടുള്ള രണ്ടുപേരും വന്നിരുന്നു പറയുന്നു. അതിന് ആരാണ് സാറേ ഉത്തരവാദി? ഹിന്ദുക്കൾ ജനസംഖ്യ കുറയുന്നതിൽ മുസ്ലിങ്ങളാണോ ഉത്തരവാദി? ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രിയോ അതുപോലുള്ള വിദ്യാഭ്യാസമോ കഴിഞ്ഞാൽ മനുഷ്യൻ തൊഴിൽ തേടി പോകും. തൊഴിൽ തേടി പോയാൽ ഒരു മതിയായ കാലയളവിൽ അവരുടെ ഒരു പ്രായത്തിൽ വിവാഹം കഴിക്കണം. എന്നിട്ട് ഭാര്യമാരുമായിട്ട് ബന്ധപ്പെട്ട് കുടുംബജീവിതം നയിക്കണം. അങ്ങനെ കുട്ടികൾ ഉണ്ടാകും. ഇന്നിപ്പോ മുസ്ലിം സമുദായത്തിൽ പഴയതുപോലെ 5 ഒന്നും ഉണ്ടായില്ല. അത് എല്ലാ സമുദായത്തിലും അന്ന് 5 ഉണ്ടായിരുന്നു. ഇന്ന് 1-2 കുട്ടികളെ എല്ലാ വീട്ടിലും, എനിക്കും 2, എന്റെ വീട്ടിലുള്ള എല്ലാവർക്കും 2, ഈ സമൂഹത്തിലുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും 2 പേരേ ഉള്ളൂ. പക്ഷേ അവർ വിവാഹം കഴിക്കും. ഇതൊന്നുമില്ലാതെ വിദ്യാഭ്യാസവും ചെയ്യാതെ ശാഖയിലും പോയി കുറച്ച് കാവ്യ മുണ്ടും ധരിച്ചിട്ട് സമയത്ത് വിവാഹം കഴിക്കില്ല. 10, 40, 50 വയസ്സ് വരെ ഇങ്ങനെ കുറെ നാട്ടിന് ആർക്കും ഒരു ഉപകാരവും ഇല്ലാതെ കുറെ വികലമായ ചിന്തകളും. അടിപൊളി. സാമാനം എല്ലാവർക്കുമുണ്ട്, എല്ലാവർക്കും ഇഷ്ടം പോലെ കുട്ടി ഉണ്ടാക്കാം. പക്ഷേ സംഘികൾ ശാഖയിൽ പോയിക്കൊണ്ട് കുടുംബം ജീവിക്കാനല്ല നോക്കുന്നത്. സംഘി നേതാക്കൾ ഈ സംഘിക്കുട്ടന്മാരെ എങ്ങനെയെങ്കിലും മുസ്ലിങ്ങളെ തകർക്കൂ എന്നാണ് നാഴികക്ക് 40 വട്ടവും ഇവിടെ ചെവിയിൽ ഊതിക്കൊടുക്കുന്നത്. ആ മന്ത്രം ഉച്ചരിച്ചുകൊണ്ടാണ് ഇവർ നടക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് അവർക്ക് കുട്ടികളില്ലാതാവുന്നത് എന്നാണ് ഈ മാനിദ്ദേഹം പറയുന്നത്. സംഭവം ശരിയല്ലേ? അതുകൊണ്ടാണ് ഇവർക്ക് കുട്ടികൾ കുറവ്. അതുകൊണ്ട് മാത്രമാണ് കുട്ടികളുടെ പ്രൊഡക്ഷൻ ഇവർക്ക് നിന്നു പോകുന്നത്. സത്യമായി ഇദ്ദേഹം പറയുന്നത്, ഒരു സമുദായത്തിൻ്റെ മേലെ വൈരാഗ്യം വെച്ചുകൊണ്ട് ജീവിക്കുക, പിന്നെ എങ്ങനെ അവനക്ക് നല്ല ജീവിതം സഫലമാകും? ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ഉപദ്രവം ഇല്ലാത്ത തരത്തിൽ ജീവിക്കുന്നവനാണ് മനുഷ്യൻ. अगर हम तेल खाना कम करें ना तो भी वो देशभक्ति का बहुत बड़ा काम है। हर परिवार अगर खाने के तेल में खाने का तेल का जो उपयोग करता है अगर वो कुछ कमी करे, मैंने बार बार कहा है